പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 24 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ്? ഫിഡെ ലോകകപ്പ് സെമി ഫൈനൽ യോഗ്യത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ഇത് സെമി ഫൈനൽ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ മത്സരത്തിൽ എത്തുന്ന ആദ്യത്തെ വനിത ആരാണ്? ഏത് രാജ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യം യുനെസ്കോയിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് ടു ബി ലോഞ്ച്ഡ് ഇൻ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ജാർഖണ്ഡിൽ ആരംഭിക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു മൈനിങ് ടൂറിസം ആണ് ജാർഖണ്ഡിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പല ടൂറിസം ഉണ്ടായെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ടൊരു ടൂറിസം, അത് മൈനിങ് ഏരിയയിലേക്ക്, ഖനികളിലേക്കുള്ള ആ ഒരു യാത്ര, അതൊരു പ്രത്യേക യാത്രയായിരിക്കും. അങ്ങനെ ഒരു യാത്രയാണ് ഇപ്പോൾ ഒരുക്കുന്നത് ജാർഖണ്ഡ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മൈനിങ് ടൂറിസം അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാകാൻ പദ്ധതിയുടന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്, അതായത് ദ ഫസ്റ്റ് ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് മൈനിങ് ടൂറിസം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാർഖണ്ഡിൽ മൈനിങ് ടൂറിസം ആരംഭിക്കാൻ പ്രചോദനം നൽകിയ ബാഴ്സലോണയിലെ ഏത് മ്യൂസിയമാണ്? ഗവ മ്യൂസിയം ഓഫ് മൈൻ, ബാഴ്സലോണ. ബാഴ്സലോണ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് ബാഴ്സലോണ ക്ലബ്. ഫുട്ബോൾ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ബാഴ്സലോണ ക്ലബ്. എന്നാൽ ബാഴ്സലോണയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് ഗവ മ്യൂസിയം ഓഫ് മൈൻസ്. സ്പെയിൻ എന്ന രാജ്യത്തെ ഒരു സിറ്റിയാണ് ബാഴ്സലോണ. സ്പെയിൻ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് മാഡ്രിഡ്. ബാഴ്സലോണയിലെ ഗവ മ്യൂസിയം ആണ് ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹേമന്ത് സോറന് ഈ ഒരു പ്രചോദനം നൽകിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഒരു മ്യൂസിയം, മൈൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആരംഭിക്കണമെന്നും മൈൻ ടൂറിസം ആരംഭിക്കണമെന്നും ജാർഖണ്ഡിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, കൊനേരു ഹംപി ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ക്വാളിഫൈ ദി ഫിഡെ വേൾഡ് കപ്പ് സെമി ഫൈനൽ. ഫിഡെ ലോകകപ്പ് സെമി ഫൈനലിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിത കൊനേരു ഹംപി. ഇന്ത്യയിലെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള 38 വയസ്സുള്ള കൊനേരു ഹംപി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദ്യത്തെ ഒരു വനിതയാണ് ഫിഡെ വേൾഡ് കപ്പ്, വനിതകളുടെ ഫിഡെ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ എത്തുന്നത്. അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ദിവ്യ ദേശ്മുഖ് ഇതേ മത്സരത്തിൽ ഫൈനൽ എത്തിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫിഡെ വനിതാ ലോകകപ്പിന്റെ അവസാന നാലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കൊനേരു ഹംപി. 38 വയസ്സുള്ള, 2002 ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള, അതായത് 15ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള കൊനേരു ഹംപി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത ഫിഡെ വനിതാ ലോകകപ്പിൽ സെമി ഫൈനൽ എത്തുന്നത്. എന്നാൽ സെമി ഫൈനലിൽ അവർ ഡ്രോ ആയി, അവർക്ക് ഫൈനൽ മത്സരത്തിൽ എത്താൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ദിവ്യ ദേശ്മുഖ് ആ ഒരു മത്സരത്തിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 2025 ഫിഡെ വനിതാ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ബെറ്റൂമി, ജോർജിയ. ജോർജിയ എന്ന രാജ്യത്ത് ബെറ്റൂമി എന്ന സ്ഥലത്താണ് ഫിഡെ വുമൻസ് വേൾഡ് കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോർജിയ എന്ന കൺട്രി, ഇത് ഏഷ്യ യൂറോപ്പിന്റെ ആ ഒരു ഇന്റർസെക്ഷൻ എന്ന് പറയാൻ പറ്റും. ഏഷ്യ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് യൂറോപ്പ്, അതിനിടയിലെ ഒരു രാജ്യമാണ് ജോർജിയ. ജോർജിയയിലാണ് ഇപ്പോൾ 2025 ഫിഡെ വുമൻസ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊനേരു ഹംപി ഏത് സംസ്ഥാനത്തുള്ളയാളാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് കൊനേരു ഹംപി. 38 വയസ്സുള്ള, 15ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് കൊനേരു ഹംപി. വനിതാ ലോകകപ്പിന്റെ സെമി ഫൈനൽ വരെ എത്തിയിട്ടുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൊനേരു ഹംപി. അതും ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, US വിഡ്രോസ് ഫ്രം യുനെസ്കോ. US യുനെസ്കോയിൽ നിന്ന് പിന്മാറി. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോയിൽ നിന്ന് US പിന്മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാജ്യമാണ് അടുത്തിടെ യുനെസ്കോയിൽ നിന്ന് 3ാം തവണ പിന്മാറിയത്? യുണൈറ്റഡ് സ്റ്റേറ്റ്. 3ാമത്തെ പ്രാവശ്യമാണ് യുനെസ്കോയിൽ നിന്ന് US പിന്മാറുന്നത്. ഏറ്റവും അടുത്തായിട്ട് ഇപ്പോൾ 2025 യുനെസ്കോയിൽ നിന്ന് US പിന്മാറി. കാരണം യുനെസ്കോയിലെ പല അംഗങ്ങൾക്കും പാലസ്തീൻ ഒരു രാജ്യമാക്കണമെന്നുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ഇസ്രായേലിനോടുള്ള ഒരു വിരോധാഭാസവും ഇതുകൊണ്ട് തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം
വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഏതാണ്ട് 8% യുനെസ്കോന്റെ ഫണ്ട് നൽകുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുനെസ്കോയിൽ നിന്നുള്ള മൂന്നാമത്തെ പിന്മാറ്റത്തിന് മുമ്പ് യുനെസ്കോയിൽ നിന്ന് US പിന്മാറിയ വർഷം 1984, 2017. മൂന്നാമത്തെ പ്രാവശ്യം 2025. ഇപ്പോൾ 1984, 2017, ഇപ്പോൾ 2025 വീണ്ടും യുനെസ്കോയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്മാറുന്നത്. യുനെസ്കോയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? ആകെ 194 രാജ്യങ്ങൾ. യുനെസ്കോന്റെ ഇപ്പോഴത്തെ ആസ്ഥാനമാണ് പാരീസ്. ഫ്രാൻസിലെ പാരീസ് ആണ് യുനെസ്കോന്റെ ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടർ. ടോട്ടൽ 194 കൺട്രീസ് ആണ് യുനെസ്കോയിലുള്ളത്. യുനെസ്കോ രൂപീകരിച്ച വർഷം 1945 നവംബർ 16. ലണ്ടനിലാണ് യുനെസ്കോ ഇതിന്റെ രൂപീകരണം. 1945 നവംബർ 16 യുനെസ്കോ, അതായത് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് അഡൂറി ആസോലി. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഇൻഡിജിനിയസ് പൊല്യൂഷൻ കൺട്രോൾ വെസൽ സമുദ്ര പ്രൊജക്ട് ഫോർ ICG ലോഞ്ച്ഡ് ബൈ GSL. ICGക്കായി തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രൊജക്ട് GSL ആരംഭിച്ചു. GSL എന്നാൽ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ICG എന്നാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സമുദ്ര പ്രൊജക്ട് എന്ന ഈ ഒരു മലിനീകരണ നിയന്ത്രണ കപ്പൽ പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗോവ ഷിപ്പ്യാർഡ് നിർമ്മിച്ച രണ്ടാമത്തെയും അവസാനത്തെയും തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര് 2025 ജൂലൈ 23 പുറത്തിറക്കി. സമുദ്ര പ്രൊജക്ട്. സമുദ്ര പ്രൊജക്ട് എന്ന ഈ ഒരു കപ്പൽ, ഇത് രണ്ടാമത്തെ കപ്പലാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള ഒരു കപ്പലാണ് സമുദ്ര പ്രൊജക്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യത്തെ തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര് സമുദ്ര പ്രതാപ്. അപ്പൊ ആദ്യത്തേതായിരുന്നു സമുദ്ര പ്രതാപ്, രണ്ടാമത്തേതാണ് സമുദ്ര പ്രൊജക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്ര പ്രതാപ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള കപ്പലും അത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള കപ്പലാണ് സമുദ്ര പ്രതാപ്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കപ്പൽ സമുദ്ര പ്രൊജക്ട്. ഈ രണ്ട് കപ്പലുകളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവയിലെ സുവാരി നദി. ഗോവയിലെ സുവാരി നദിയിലാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, അതായത് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ഗോവയിലെ ഏറ്റവും വലിയ സിറ്റിയിലാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഉള്ളത്. ഗോവ ഷിപ്പ്യാർഡ് നിർമ്മിച്ച തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പ്രാഥമിക പങ്ക് എന്താണ്? എണ്ണ ചോർച്ച പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്താൻ. ഇന്ന് നമുക്കറിയാം, എണ്ണ ചോർച്ച മിക്കവാറും കപ്പലുകൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണയായിട്ട് വരുന്ന ഒന്നാണ് സമുദ്രത്തിലെ എണ്ണ ചോർച്ച. ഇതിനെ തടയുന്നതിന് വേണ്ടി, ഇതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പലാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള സമുദ്ര പ്രൊജക്ട്. ഇതിനു മുമ്പ്, അതായത് ഗോവയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ കപ്പലാണ് സമുദ്ര പ്രതാപ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ മാർക്കിംഗ് ഫസ്റ്റ് എവർ റേഡിയോ ബ്രോഡ്കാസ്റ്റ്. തദ്ദേശീയ പ്രക്ഷേപണ ദിനം ചരിത്രത്തിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം അടയാളപ്പെടുത്തുന്നു. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എല്ലാ വർഷം ആചരിക്കുന്ന ഒന്നാണ്. എന്നാണ് എല്ലാ വർഷം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആചരിക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ 2025 ദേശീയ പ്രക്ഷേപണ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 2025 ജൂലൈ 23. എല്ലാ വർഷം ജൂലൈ 23 നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏത് തീയതിയിലാണ് ആരംഭിച്ചത്? 1927 ജൂലൈ 23. അതായത് ഏതാണ്ട് ഒരു 100 വർഷത്തിനടുത്ത് എത്തിയിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ളത്. അതായത് 1927 ജൂലൈ 23. ഈ വർഷം ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിച്ചു. IBCക്ക് മുമ്പ് 1923 ജൂണിൽ ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം എവിടെയായിരുന്നു? റേഡിയോ ക്ലബ് ഓഫ് ബോംബെ. ബോംബെ റേഡിയോ ക്ലബ് ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് 1923 ആരംഭിച്ചിട്ടുള്ളത് ദ ഫസ്റ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്റ്. ഇത് ബോംബെയിലെ റേഡിയോ ക്ലബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പിന്നീട് 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1927
1936 ഓൾ ഇന്ത്യ റേഡിയോ AIR ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 1936. പിന്നീട് അതായത് 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1956 AIRനെ ആകാശവാണി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊന്ന് പറയുമ്പോൾ 2015 പ്രൈം മിനിസ്റ്റർ മോദിയുടെ മൻ കി ബാത്ത് ഇതിൻ്റെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. മൻ കി ബാത്ത് എന്ന പ്രോഗ്രാം ഇത് വളരെ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2015 ആകാശവാണിയിലൂടെ അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന ഒരു റേഡിയോ പ്രോഗ്രാം. ജൂലൈ 23 നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജനറൽ നോളജ് ജഡ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.